ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ. ഒരു 9 മണി 10 മണിയൊക്കെ ആ സമയത്താണ് നല്ല മഴയാണ്. അങ്ങനെ മഴയൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് എനിക്കൊരു പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് പാവയ്ക്ക വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചുകൊണ്ട് വന്ന പാവയ്ക്ക ഇട്ടത്. അപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ളൊരു പാവയ്ക്കാണ്. ആദ്യമായിട്ടോ ഒരു വലിപ്പത്തിലൊരു പാവയ്ക്ക കിട്ടിയത്. ഈ പാവലത്തിൽ എപ്പോഴും ചെറിയ പാവയ്ക്കകൾ ഉണ്ടാവാറ്. ഇപ്പോൾ മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു പാവയ്ക്കൊക്കെ നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരമുറി തേങ്ങ മതി കേട്ടോ, മുഴുവൻ തേങ്ങയൊന്നും വേണ്ട. അപ്പോൾ പാവയ്ക്കയും സവാളയും പച്ചമുളകും ഇഞ്ചിയും മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി വയ്ക്കാനായിട്ട് തേങ്ങാപ്പാൽ വേണം. പിന്നെ ഒരു ചട്ടി ചൂടാവാൻ വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അങ്കമാലി മാങ്ങാക്കറിയൊക്കെ വയ്ക്കൂലേ, അതുപോലെ തന്നെയുള്ളൊരു പാവയ്ക്കക്കറി കേട്ടോ. ഇതിന് പെരുമ്പാവൂരുകാരുടെ പാവയ്ക്കക്കറി എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ട് ഞാൻ അറിയണം. അങ്ങനെ ഈ കറി കൊണ്ട് എനിക്ക് ആദ്യം ജോലി ഉണ്ടായി. അപ്പം ജോലി സ്ഥലത്ത് പോയപ്പോൾ അവരാണ് പറഞ്ഞത് ഇതിങ്ങനെ ഈ കറിക്ക് ഇങ്ങനെ പറയാറുണ്ടെന്ന്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായി. ഇപ്പോൾ കുറേ നാളെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ സവാളയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മാങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കഷ്ണങ്ങളെല്ലാം നമ്മളിങ്ങനെ വാട്ടി അങ്ങനെ വേവിച്ചെടുക്കൂല. ഇതിൻ്റെ പാവയ്ക്കയുടെയൊക്കെ പച്ച ചൊവ ഒന്ന് മാറണ വരെ ഒന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വേവിക്കില്ല. ഇനി നമ്മളിത് വേറെ വേവിക്കാനുണ്ട് നമുക്ക്. പിന്നെ ഇതിലേക്ക് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം തന്നെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ ഒരു പാകം മതി. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടി. എന്നിട്ട് ഈ പൊടികളും കൂട്ടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെയും ആ പച്ചപ്പൊക്കെ ഒന്ന് പോകണവർ. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ തേങ്ങയുടെ 2-ാം പാലില്ലേ, അത് ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് കഷ്ണങ്ങൾ വേവണ വരെ വേവിച്ചെടുക്കാം. ഇതിനി വെന്ത് കുറുകി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ എണ്ണയും ഒക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 1-ാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂട് ആയിട്ടിരിക്കണോണ്ട് തന്നെ പെട്ടെന്ന് ആ പാല് ചൂടാവും. അതിന് തിളപ്പിക്കണ്ട. സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിള വരാൻ പോകണമെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കടുക് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് ഉള്ളി അരിഞ്ഞത് താളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. ഇതിനി ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഉള്ളിയൊക്കെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള പാവയ്ക്ക കറിയാണ്. നല്ല ടേസ്റ്റായിട്ട് ഈ കറി കഴിക്കാനായിട്ട്. പാവയ്ക്ക കഴിക്കാത്ത കുട്ടികൾ വരെ ഈ കറി ഉറപ്പായിട്ടും കൂട്ടും. ഉണ്ടാക്കി വയ്ക്കോ, നല്ല കറിയാണ്.
പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പപ്പടം ഉണ്ടായി, അതും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.